ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ നല്ല നിറം വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും ഹെൽത്തിനും ഒക്കെ നല്ലതായ ഒരു ബയോട്ടിൻ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി നമ്മളിവിടെ 1/2 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്ത് നിറയെ പ്രോട്ടീനും ഫൈബറും കാൽസ്യവും വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതാണ്. ഇത് നമ്മുടെ ചർമ്മത്തിനും നിറം വെക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് കാഷ്യൂനട്ട്. കാഷ്യൂനട്ടും ഇതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ളതും വിറ്റമിനുകളും ഒക്കെ ഉള്ളതാണ്. അതും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തുള്ളത് പിസ്തയാണ്. അതും നമുക്കൊന്ന് വറുത്തെടുക്കാം. അതും ഇതുപോലെ പ്രോട്ടീൻസും ഒക്കെ ഉള്ളതാണ്. മുടിക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒക്കെ നല്ല ഒരു കളർ വെക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതാണ് 1/2 കപ്പ് കപ്പലണ്ടി. കപ്പലണ്ടി ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഹൃദ്രോഗത്തിനും അതുപോലെ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒന്നാണ്. അപ്പോൾ രക്തം വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നതാണ് പംകിൻ സീഡ്. അത് നമ്മുടെ മത്തങ്ങ വിത്ത്. അത് ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ്. ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി നല്ലതാണ്. അപ്പം നല്ല പ്രോട്ടീനും വിറ്റമിൻസും ഒക്കെ ഉള്ളതാണ്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് സൺഫ്ലവർ സീഡ്. അതും നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദഹനത്തിനും ഒത്തിരി നല്ലതാണ്. അത് നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒമേഗ 3യും ഫാറ്റി ആസിഡും ഒക്കെ ഉള്ളതാണ് അത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഫ്ലെക്സ് സീഡ്. ഫ്ലെക്സ് സീഡ് നമുക്കറിയാം, നമ്മുടെ മുടിക്കൊക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ നല്ല കളറും അതുപോലെ ഈ PCOD ഒക്കെ മാറാനൊക്കെ നല്ല ഒരു മെഡിസിൻ പോലെ ഒന്നാണ് നമുക്ക്. പിന്നെ ഇതും വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ഒത്തിരി ഒന്ന് പൊടിഞ്ഞു കൊണ്ടാ, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതാണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അത് നല്ല കളറിനും അതുപോലെ നമ്മുടെ രക്തത്തിൻ്റെ അളവൊക്കെ കൂടാനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിലേക്ക് ആ ഈന്തപ്പഴം ചതച്ച് വെച്ചതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സിൻ്റെ എല്ലാ പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ തേൻ കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ എല്ലാം ഒന്ന് എല്ലായിടത്തും തേനും അതുപോലെ എല്ലാം ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരല്പം ചൂട് കുറയുമ്പോൾ, ഒത്തിരി അങ്ങ് തണുത്ത് പോകണ്ട, ഒരല്പം ചൂട് കുറയുമ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിങ്ങനെ ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ഈ ചെറിയ ചൂടിൽ തന്നെ ബോൾസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു ബയോട്ടിൻ ലഡുവാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഓരോരോ ബോൾസാക്കി നമുക്ക് ഉരുട്ടി എടുക്കാം. ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ബോളും ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചില്ല് ബോട്ടിലിൽ ഇട്ട് വെക്കാം. ചില്ല് ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ നല്ലതായും ദിവസവും നമുക്ക് ഓരോന്ന് വെച്ച് കഴിക്കാം. ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പം ഇത്ര ബയോട്ടിനായ ഒരു ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.